വാഗയിൽ എലീശ്വ, മകൾ അന്ന, വൈപ്പിശ്ശേരി ത്രേസ്യ, പുത്തനങ്ങാടി ക്ലാര. ഇവർ 4 പേരുമാണ് CMC സന്യാസിനി സമൂഹത്തിൻ്റെ ആദ്യ അംഗങ്ങൾ. മെഡിക്കൽ കോളേജിലെ മുറിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. കഴിഞ്ഞു വരികയായിരുന്നു. യുവതി ഇതിനിടയിലാണ് കൊലപാതകം എന്ന് പറയുന്ന ആൾ ടെൻഷനാവില്ല ജോർജ്. അവളൊരു കുഴപ്പവും കൂടാതെ ഇവിടെ എത്തും. ഞാൻ അവളോട് സംസാരിക്കാം. നീ സ്വസ്ഥമായിട്ടിരിക്കും. ചെന്ന് ഫ്രഷാ. ഞാൻ ചാപ്പലിക്കാം. ചെല്ലി. ഇന്ന് ഏതൊരു സ്ത്രീയും അനുഭവിക്കുന്നതിലും കൂടുതൽ പ്രശ്നങ്ങളിലൂടെ സ്ത്രീ സമൂഹം കടന്നുപോയ ഒരു കാലമുണ്ടായിരുന്നു. അന്നവരെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച സുപ്രധാനമായൊരു തീരുമാനം വിശുദ്ധ ചാവറ പിതാവ് എടുത്തു നടപ്പാക്കിയ ദിവസമായിരുന്നു 1866 ഫെബ്രുവരി 13. കർമ്മലീത്ത സന്യാസിനി സമൂഹം സ്ഥാപിതമായ ദിവസം. ഈ സന്യാസിനി സമൂഹത്തിന് രൂപം കൊടുത്തത് 2 വിധവകളും 2 പെൺകുട്ടികളും അടങ്ങുന്ന 4 അംഗ സംഘമാണ്. 1890 മുതൽ 1963 വരെ ഓരോ രൂപതകളുടെ കീഴിൽ വളർന്നു വന്നു. പിന്നീട് 1967 ഞങ്ങളുടെ സന്യാസിനി സമൂഹം CMC പൊന്തിഫിക്കൽ റൈറ്റിലേക്ക് ഉയർന്നു. ഇന്ന് CMCക്ക് 25 പ്രോവിൻസുകളും 4 റീജിയനുകളുമുണ്ട്. ഏകദേശം 6200 സിസ്റ്റേഴ്സ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ശുശ്രൂഷ ചെയ്യുന്നു. ധ്യാനിക്കാത്ത ദിവസം CMC സിസ്റ്റേഴ്സിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നാണ് സഭാസ്ഥാപകനായ വിശുദ്ധ ചാവറ പിതാവും സഹസ്ഥാപകനായ വന്യ ലയോപോൾഡ് പിതാവും എന്നും സിസ്റ്റേഴ്സിനെ ഉപദേശിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ക്യാരിസം, ഈ സഭയുടെ പ്രത്യേക സിദ്ധി, അത് വളർന്നു വരുന്ന തലമുറയെ പഠിപ്പിക്കുവാൻ സിസ്റ്റേഴ്സ് നന്നായി അധ്വാനിക്കുന്നുണ്ട്. കാരണം ഈ ചൈതന്യം മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ചൈതന്യത്തിൽ ജീവിക്കുക ഇളം തലമുറയ്ക്ക് പ്രയാസമാണ്. അതിനാൽ കാലഘട്ടത്തിനനുസരിച്ച്
ക്യാരിസം പുനർവ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ചുരുക്കത്തിൽ വിശുദ്ധരാകുക, വിശുദ്ധിയിലേക്ക് മറ്റുള്ളവരെ നയിക്കുക എന്നതാണ് CMCയുടെ ക്യാരിസത്തിൻ്റെ അന്തസത്ത. ഞങ്ങൾ സിസ്റ്റേഴ്സ് വിശുദ്ധരാകാൻ പരിശ്രമിക്കുന്നതോടൊപ്പം നിങ്ങളെയും വിശുദ്ധിയുടെ പാതയിൽ നടത്തുവാൻ ഞങ്ങൾ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഫിലിപ്പിച്ച, ഒരു സിസ്റ്റർ ആക്കാനുള്ള ക്ലാസ്സിൽ പങ്കെടുക്കാനല്ല ഞാൻ ഇപ്പോൾ ഓടി വന്നത്. മോളെ, ഒരു കർമ്മലീത്ത സന്യാസിനിയാവാൻ ഞാനും നീ വിചാരിച്ചാൽ നടക്കുമെന്ന് തോന്നുന്നുണ്ട്. നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുണ്ട് ഈ സമൂഹത്തിന്. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ പ്രത്യേക വിളി വേണം. ഇങ്ങനെ ഒരു ചരിത്രം നീ അറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം കുറെ കൂടി സുന്ദരമാക്കാൻ പറ്റും. ഈ സമൂഹത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നീ ഇപ്പോൾ നേരിടുന്ന എന്തും നിനക്ക് കുറെ കൂടി ഈസിയായി ഹാൻഡിൽ ചെയ്യാൻ കഴിയും. ലോകത്തെ നിനക്ക് ചിരിച്ചുകൊണ്ട് നേരിടാം. നീ അറിഞ്ഞ കാലങ്ങൾക്കും എത്രയോ ശേഷമാണെന്നറിയാം നമ്മുടെ ഈ അങ്കമാലി പ്രദേശത്ത് മേരിമാതാ പ്രൊവിൻസ് രൂപീകരിക്കപ്പെട്ടതെന്ന്. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരു ജനതയായിരുന്നു ആ കാലഘട്ടത്തിൽ അങ്കമാലിയിലുണ്ടായിരുന്നത്. അവരുടെ സമഗ്രമായ വളർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടി സ്ത്രീ വിദ്യാഭ്യാസത്തിലൂടെയും പെൺപൈതങ്ങൾക്ക് താമസിച്ച് പഠിക്കാനുള്ള ബോർഡിങ്ങുകൾ സ്ഥാപിച്ചതിലൂടെയും നിർധനരായ രോഗികൾക്ക് മരുന്നും ഭക്ഷണപദാർത്ഥങ്ങൾ എത്തിച്ചും ജാതിമത വ്യത്യാസമന്യേ എല്ലാവർക്കും തങ്ങളുടെ സേവനം ലഭ്യമാക്കി CMC സന്യാസിനി സമൂഹം ഒരു നൂറ്റാണ്ടിലേറെ പ്രവർത്തിച്ചു വരുന്നു. സ്ത്രീജനങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനും കുട്ടികളെ ധാർമ്മിക മൂല്യങ്ങളിൽ വളർത്താനും സിസ്റ്റേഴ്സ് നടത്തിയ വർഷങ്ങൾ നീണ്ട അധ്വാനം കുടുംബങ്ങളും അതുവഴി പൊതുസമൂഹവും ധാർമ്മികതയിലും മൂല്യങ്ങളിലും സാമ്പത്തികമായും വളരാൻ സഹായകരമായി. പ്രാർത്ഥന മാത്രമാണോ ഈ സമൂഹത്തിന്റെ ചിന്തകളെയും ജീവിത രീതികളെയും ഒക്കെ പുതിയതാക്കി മാറ്റാൻ ഈ സിസ്റ്റേഴ്സിന്റെ മെയിൻ വെപ്പൺ? പ്രാർത്ഥന അവരുടെ പ്രധാനപ്പെട്ട ആയുധം തന്നെയായിരുന്നു. പക്ഷേ അവരുടെ കമാൻഡർ ഇൻ ചീഫ് ഗിഫ്റ്റ് ചെയ്ത പ്രാർത്ഥനയ്ക്കൊപ്പം യൂസ് ചെയ്യേണ്ട ചില ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടായിരുന്നു. അതിലേറ്റവും കോറായ ഒന്നാണ് എഡ്യൂക്കേഷൻ. 1906 കറുകുറ്റിയിലാണ് മേരിമാതാ സമൂഹത്തിന്റെ ആദ്യ സ്കൂൾ ആരംഭിക്കുന്നത്. അങ്കമാലിയുടെ സമഗ്രമായ മാറ്റങ്ങളുടെ പ്രധാന കാരണങ്ങളിൽ ഒന്നാവാൻ മേരിമാതാ പ്രൊവിൻസിനെ ദൈവം ഒരുക്കിയത് ഇതിലൂടെയായി. ദൈവജനത്തിന്റെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്രിസ്തീയ രൂപീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് സ്ഥാപിതമായ ഞങ്ങളുടെ CMC സന്യാസിനി സമൂഹം അതിനുവേണ്ടി കണ്ടെത്തിയ കർമ്മഭൂമി എന്ന് പറയുന്നത് വിദ്യാലയ പ്രേക്ഷിതത്വമായിരുന്നു. ഈ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ തീരെ ചെറുതല്ലാത്തൊരു പങ്ക് CMCയുടെ തന്നെ പ്രവിശ്യയായ മേരിമാതാ പ്രോവിൻസിനുണ്ട് എന്നത് വളരെ അഭിമാനാർഹമാണ്. 1906 കറുകുറ്റി എന്ന ഗ്രാമപ്രദേശത്ത് ഒരു പ്രൈവറ്റ് സ്കൂളായി ആരംഭിക്കുന്ന മേരിമാതയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഇന്ന് 118 വർഷങ്ങൾ പിന്നിടുമ്പോൾ 21 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. ഇതിൽ ഒരു ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, 3 ഹയർ സെക്കൻഡറി, 3 ഹൈസ്കൂൾ, 2 അപ്പർ പ്രൈമറി, 6 ലോവർ പ്രൈമറി, 4 ICSE സ്കൂളുകളും ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള ഒരു സ്പെഷ്യൽ സ്കൂളും ഒരു സ്പെഷ്യൽ BEd DELT കോളേജും ഉൾപ്പെടുന്നു. ഈ കുട്ടികളിലൂടെ ഇവരുടെ കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരുടെ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുവാൻ സാധിക്കുമ്പോൾ ചാവറയച്ചൻ ആ നല്ല അപ്പൻ കണ്ട സ്വപ്നം ഇവിടെ ഫലമണിയുകയാണ്. എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രം ഒരു സമൂഹത്തെ മാറ്റാമെന്ന് പറയുന്നത് ശരിക്കും ഇസ് ഇറ്റ് പ്രാക്ടിക്കൽ? പ്രാർത്ഥനയിൽ നിന്നും വിദ്യാഭ്യാസത്തിൽ നിന്നും ലഭിക്കുന്ന ഊർജത്തെ എങ്ങനെ ഒരു സമൂഹത്തിന്റെ നന്മയുള്ള മാറ്റത്തിന് ഉപയോഗിക്കാം എന്ന് വ്യക്തമായി അറിയാവുന്ന ഒരു കമാൻഡർ നയിക്കുന്ന സേനയ്ക്ക് സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടില്ലല്ലോ മോളെ. കേരളത്തിലെ NGO സെക്ടറുകളിൽ ഒരു ശരാശരി NGOയുടെ ഒരു ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 1.5-2 കോടിയോളം വരും. അത്രയും തന്നെ വിഭവശേഷിയും മാൻ പവറും ഈ പ്രോവിൻസിൻ്റെ സാമൂഹ്യ സമുദ്ധാരണ പ്രേക്ഷിത രംഗം ഓരോ വർഷവും ചിലവഴിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. 3 ഘടകങ്ങളിലായിട്ടാണ് CMC മേരിമാതാ പ്രോവിൻസ് ഞങ്ങളുടെ സാമൂഹ്യ സമുദ്ധാരണ പ്രേക്ഷിതത്വ മിഷൻ ഏകോപിപ്പിക്കുന്നത്. CMC മേരിമാതാ ചാരിറ്റബിൾ ട്രസ്റ്റ്, CMC മരിയൻ ഹോസ്പീസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആൻഡ് റിസർച്ച് സെൻറ്റർ,
ആൻഡ് സ്നേഹസദൻ കോംപ്ലക്സ് സൊസൈറ്റി. ഇതിൽ മേരിമാത ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രത്യേക ഊന്നൽ നൽകുന്നത് സ്ത്രീ ശാക്തീകരണവും പ്രകൃതി സംരക്ഷണവുമാണ്. ഒപ്പം അതിഥി തൊഴിലാളികളായി നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കരുതലും കാവലുമാകാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഈ ട്രസ്റ്റ് ഏറ്റെടുത്തിരിക്കുകയാണ്. CMC മൈഗ്രന്റ് വർക്കേഴ്സ് മൂവ്മെന്റ് വ്യത്യസ്തമായ ഒരു ശുശ്രൂഷ മേഖലയാണിത്. 2008 കാന്തമാലിൽ വർഗീയ കലാപത്താൽ ഓടി രക്ഷപ്പെട്ട നമ്മുടെ നാട്ടിൽ വന്നിറങ്ങിയ സ്ത്രീകൾക്കും കുട്ടികൾക്കും കുടുംബത്തിനും കരുതലാകാനും കാവലാകാനും നമ്മുടെ ഈ മേഖലയിലുള്ള പ്രവർത്തകർക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. 3 ഘടക യൂണിറ്റുകളിലായിട്ടാണ് CMC മരിയൻ ഹോസ്പീസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് റിസർച്ച് സെന്ററിന്റെ പ്രവർത്തനങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, പെനുവേൽ തെറാപ്പി സെന്റർ, എവ്പ്രാസ്യ കെയർ സെന്റർ, സ്നേഹസദൻ കോംപ്ലക്സ് സൊസൈറ്റി, മേരിമാത അഗ്രികൾച്ചറൽ ഫാം, കൈത്താങ് പ്രോജക്റ്റ്, സ്നേഹിത ഷോർട്ട് സ്റ്റേ ഹോം, ചാവറയച്ചൻ കൊളുത്തിവെച്ച ആ ചെറുദീപം അതിന്ന് പല ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന വളർന്ന് പടർന്ന് പന്തലിച്ച ഒരു വൻ വൃക്ഷമായി മാറിയിരിക്കുകയാണ്. ഞങ്ങളുടെ പിതാവായ ചാവറ പിതാവ് കൈനഗിരിയിൽ 1870കളിൽ പാവപ്പെട്ടവർക്കും ആരുമില്ലാത്തവർക്കും മരണാസന്നർക്കും രോഗികൾക്കുമായിട്ടൊരു കൊച്ചു വീട്, ഒരു ആതുരാലയം പണിയുകയുണ്ടായി. അവിടുന്ന് അദ്ദേഹം ഞങ്ങളുടെ സിസ്റ്റേഴ്സിനോട് അന്ന് പറഞ്ഞു പഠിപ്പിക്കുകയുണ്ടായി, ഈ രോഗികളെ ശുശ്രൂഷിച്ച് പുണ്യപദവിയിലെത്തിയ ഒത്തിരി മനുഷ്യരുണ്ട്, അതുകൊണ്ട് രോഗികളെ ശുശ്രൂഷിക്കണം, വേദനിക്കുന്നവരോടൊക്കെ കരുണ കാണിക്കണം എന്ന് ഞങ്ങൾ ചൊല്ലിത്തന്ന് പഠിപ്പിച്ചിട്ടുള്ള ഞങ്ങളുടെ പിതാവ് പകർന്നു നൽകിയ ആ ചൈതന്യം CMC സഭയ്ക്ക് ഇന്നും തുടർന്ന് കൊണ്ടുപോകുവാൻ കഴിയുന്നു എന്നത് വളരെ സന്തോഷകരമായൊരു കാര്യമായിട്ടാണ് എനിക്കെപ്പോഴും തോന്നാറുള്ളത്. മക്കൾ ഉപേക്ഷിച്ച മാതാപിതാക്കളും നോക്കാൻ ആരുമില്ലാത്തവരുമെല്ലാം അവർക്ക് നല്ല പരിചരണം നൽകി നല്ല മരണത്തിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്ത് അവരെ നന്നായി സ്വന്തം അമ്മയെപ്പോലെ അപ്പനെപ്പോലെയൊക്കെ ശുശ്രൂഷിക്കുന്ന ഒരു സ്ഥാപനമാണ് മരിയൻ ഹോസ്പീസ്. ആതുര ശുശ്രൂഷ മേഖലയിലുള്ള ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമാണ് ഹോമിയോ ക്ലിനിക്കുകൾ, ഓക്യുപ്പേഷണൽ തെറാപ്പി, കൗൺസിലിംഗ് സെൻറ്റേഴ്സ്, മാനസിക രോഗികൾക്കായുള്ള കെയർ സെൻറ്റർ. ഇതെല്ലാം ദൈവത്തിൻ്റെ മുഖം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. ആതുര ശുശ്രൂഷ മേഖലയിലും ഈ ഒരു ലക്ഷ്യം ജീവിക്കാൻ കഴിയുമ്പോഴാണ് ഞങ്ങളുടെയും ജീവിതം CMC ചൈതന്യം അനുസരിച്ച് മുന്നോട്ട് പോവുക. എന്താ ഒരു സിസ്റ്റർ ആവണമെന്ന് തോന്നുന്നുണ്ടോ? അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ലേ വല്യപ്പച്ച. യോഗ്യതകൾ തീരുമാനിക്കേണ്ടത് നമ്മളല്ലല്ലോ മോളെ. അത് മനസ്സിലാക്കിയാൽ തന്നെ പാതി പ്രശ്നങ്ങൾ അവിടെ തീരും. അപ്പോ ഈ ജീവിതം ചുമ്മാ അങ്ങ് ജയിച്ചു തീർത്താൽ മതി എന്നാണോ? ഒരു ഉത്തരവാദിത്വം ഏൽക്കാതെ? ഉത്തരവാദിത്തങ്ങളെ തലയിൽ എടുത്താ പൊങ്ങാത്ത ഭാരമായി കൊണ്ടു നടക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അതിനെ ഹൃദയത്തിലേക്ക് നമ്മുടെ തന്നെ ഒരു ഭാഗമാക്കി മാറ്റുന്നവർക്ക് ഒരു ഭയവും കൂടാതെ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു ലോകത്തേക്ക് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ചെല്ലാൻ കഴിയും. അസ്ഥിയിൽ അടച്ചിട്ട അഗ്നി പോലെ അവരുടെ ഉള്ളിലുള്ള ദൈവസ്നേഹത്തിൻ്റെ നിർബന്ധം കൊണ്ടാണ് തീർച്ചയായിട്ടും ഈ പരിചയിച്ച ഇടങ്ങളിൽ നിന്നെല്ലാം സിസ്റ്റേഴ്സ് വിദൂരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വചനവുമായിട്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. മേരിമാത പ്രോവിൻസിനെ സംബന്ധിച്ചിടത്തോളം ആന്ധ്രയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട മിഷൻ മേഖല. അതുപോലെ ഡൽഹിയിലും പെറുവിലും ആഫ്രിക്ക, ജർമ്മനി ഇവിടെയെല്ലാം സിസ്റ്റേഴ്സ് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും ഏറ്റവും അൺഡെവലപ്ഡ് ആയിട്ടുള്ള, ആരും കടന്നു ചെന്നിട്ടില്ലാത്ത, വിദൂരങ്ങളിൽ ആരുടെയും ശ്രദ്ധ പതിഞ്ഞിട്ടില്ലാത്ത, വിദ്യാഭ്യാസം എത്തിച്ചേർന്നിട്ടില്ലാത്ത, പുതിയ ഒരു ലോകം, ഒരു പുറം ലോകം പരിചയിച്ചിട്ടില്ലാത്ത ആളുകളുടെ ഇടയിലാണ് സിസ്റ്റേഴ്സ് തങ്ങളുടെ സേവന മണ്ഡലമായിട്ട്, സേവന മേഖലയായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ സൂചിപ്പിച്ചതുപോലെ സമർപ്പിത ജീവിതത്തിൻ്റെ ആഹ്ലാദം ഈ സിസ്റ്റേഴ്സ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഇങ്ങനെയൊക്കെ മുന്നേറുമ്പോൾ ലൈഫ് എൻജോയ് ചെയ്യുക എന്ന് പറയുന്നതിന് കൂടുതൽ സൗന്ദര്യമുണ്ടാകും മോളെ. നമ്മൾ കാണുന്ന നമ്മുടെ ഈ കുഞ്ഞിടവക സമൂഹം മുതൽ നമ്മൾ കാണാത്ത ലോകത്തിൻ്റെ ഏതോ ദൂരം വരെ കാവൽമാലാഖമാരാകാനുള്ള വിളിയാണ് കർമ്മലിത്ത സന്യാസിനി സമൂഹത്തിനുള്ളത്.
കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങളോടുള്ള പ്രത്യുത്തരമായിട്ടാണ് CMC സന്യാസിനി സമൂഹം എന്നും തൻ്റെ പ്രേക്ഷിത ശുശ്രൂഷകൾ ചെയ്തിട്ടുള്ളത്. വിശുദ്ധ ചാവറപിതാവ് ഒരു നല്ല അപ്പൻ്റെ ചാവരുൾ എന്ന തൻ്റെ ഗ്രന്ഥത്തിലൂടെ കുടുംബങ്ങളെ എങ്ങനെ സമുദ്ധരിക്കണം, അല്ലെങ്കിൽ ഒരു കത്തോലിക്ക കുടുംബം എങ്ങനെയായിരിക്കണം എന്ന് ഉള്ള ഒരു മാർഗരേഖ നൽകുന്നുണ്ട്. ആ പിതാവിൻ്റെ, ആ അപ്പൻ്റെ പാത പിന്തുടർന്ന് ഇടവക ശുശ്രൂഷകളിലൂടെയും കുടുംബ നവീകരണ പ്രവർത്തനങ്ങളിലൂടെയും സ്കൂൾ ക്യാമ്പസ് മിനിസ്ട്രികളിലൂടെയും മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയും സജീവരായിട്ട് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. GNA ഫോറം, നസ്രത്ത് ഫോറം, വിഭാര്യർക്ക് വേണ്ടിയുള്ള കൂട്ടായ്മ, യൂതിത് ഫോറം, ഗ്രേസ് റിപ്പിൾസ് തുടങ്ങിയ അനേകം കൂട്ടായ്മകളിലൂടെ ദൈവജനത്തോടൊത്ത് സഞ്ചരിക്കുവാനും അവരുടെ ഒരു സഹയാത്രികയാകുവാൻ CMC സിസ്റ്റേഴ്സ് പരിശ്രമിക്കുന്നു. സ്കൂൾ കോളേജ് ക്യാമ്പസുകളെ ബേസ് ചെയ്ത് നമ്മൾ കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ്സുകളിലൂടെയും സ്പിരിച്വൽ ഗൈഡൻസിലൂടെയും ധ്യാനങ്ങളിലൂടെയും ഒക്കെ കുഞ്ഞുങ്ങളെ നമ്മൾ സഹായിക്കുന്നു. ചുരുക്കത്തിൽ ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒത്തിരിയേറെ വെല്ലുവിളികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ അവസരോചിതമായിട്ട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള ഒരു ആത്മീയ ഊർജം പകരുകയാണ് CMC സിസ്റ്റേഴ്സ് നൽകുന്ന വിശ്വാസ പരിശീലന പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ. CMC സന്യാസിനി സമൂഹത്തിൻ്റെ യൂട്യൂബ് ചാനലിനും അതുപോലെ തന്നെ മേരിമാത പ്രോവിൻസിൻ്റെ യൂട്യൂബ് ചാനലിനും 10,000-കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 10,000-കണക്കിന് വ്യൂവേഴ്സ് ഉണ്ട് എന്നുള്ളത് തികച്ചും ചാരിതാർത്ഥ്യജനകമാണ്. ഒരു നിമിഷം കൊണ്ട് തന്നെ ആയിരങ്ങളിലേക്ക് ഒരു നന്മയുടെ ചിന്ത അടിസ്ഥാനപരമായി അവരുടെ ജീവിതത്തെ അതിൻ്റെ സാകല്യത്തിൽ തിരിച്ചു പിടിക്കാനുള്ള ഒരു അവബോധം നൽകാനായിട്ട് ഈ മീഡിയ പ്രവർത്തനം സഹായിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് മീഡിയ പ്രവർത്തനത്തിൻ്റെ തന്നെ ഒരു മാധ്യമ ധാർമ്മികതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായി വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. വെറും മനുഷ്യരായിരുന്നു ഈ ലോകത്തിങ്ങനെ പാറിപ്പറന്ന് സ്വയം സന്തോഷമായിരിക്കാനും മറ്റുള്ളവരുടെ സന്തോഷത്തിന് കാരണമായി തീരാനും ഈ മാലാഖമാർക്ക് കഴിയുന്നത് ഇതുപോലെ ഈ തിരുസന്നിധിയിൽ സ്വയം മറന്നിരിക്കുമ്പോഴാണ്. വിശുദ്ധ ചാവറപിതാവ് ദൈവത്തിൻ്റെ മുൻപിൽ ഇരുന്നവനാണ്. ദൈവത്തിൻ്റെ കൺമുൻപിൽ ഇരുന്നു, ദൈവത്തോട് സംസാരിച്ചു, ദൈവത്തോട് കൂടെ നടന്നു. അതുതന്നെയാണ് സിസ്റ്റേഴ്സിനും അദ്ദേഹം പകർന്നു കൊടുത്തത്. ഈശോമിശിഹായുടെ സ്നേഹത്തിൽ പാർക്കുക, കൺമുൻപിലിരിക്കുക, അരികെ നടക്കുക, തന്നോട് തന്നെ എപ്പോഴും സംസാരിക്കുക. അങ്ങനെ സന്തോഷത്തോടെയുള്ള അവരുടെ സന്യാസ ജീവിതം തന്നെയാണ് ഈ ലോകത്തിന് മുൻപിൽ അവർ വയ്ക്കുന്ന ആദ്യത്തെ സാക്ഷ്യം. ആ സാക്ഷ്യത്തിൻ്റെ ഫലദായകത്വമാണ് ഞങ്ങളുടെ ശുശ്രൂഷകളിലൂടെ മറ്റുള്ളവർക്ക് കാണാനും സാധിക്കുന്നത്. കണ്ടുപടുത്ത ശാലകളാണ് ആശ്രമങ്ങളും മഠങ്ങളുമെല്ലാം. അവിടെ വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടും. അവരെ കണ്ട് മറ്റുള്ളവരും വിശുദ്ധിയുടെ വഴിയിലൂടെ നടക്കും.